ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നും ദൈവത്തിന് മുമ്പാകെ ഇരിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുവദിച്ചതിൽ ഞാനും വളരെയധികം സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യതയും ഗൗരവമുള്ള വിഷയമാണ്. ദൈവവചനം നാം കേൾക്കുക മാത്രമല്ല, അതനുസരിക്കുന്നവരായിട്ടിരിക്കണം. ദൈവവചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരെ കുറിച്ച് എങ്ങനെയാണ് ദൈവവചനം ഓർപ്പിക്കുന്നവർ തങ്ങളെ തന്നെ ചതിക്കുന്നതെന്നാണ്. എന്നാൽ ദൈവവചനം അനുസരിക്കുവാനുള്ള വലിയ ബാധ്യത ദൈവവചനം കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഉണ്ട് എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമായ നിലയിൽ നമ്മെ ഓർപ്പിക്കുന്നു. കർത്താവ് തന്നെ ആ കാര്യങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം അത് ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ദൈവവചനം നാം പഠിക്കണം, പഠിപ്പിക്കണം. അങ്ങനെ അതുകൊണ്ട് അതനുസരിക്കുകയും ചെയ്യണം, ആചരിക്കുകയും ചെയ്യണം. രണ്ട് കാര്യങ്ങൾ അവിടെ വളരെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുന്നു. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവന് സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ദൈവമക്കളെ, നാം കേൾക്കുന്ന വചനം, നാം പഠിക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ അതനുസരിക്കുവാനും ആചരിക്കുവാനും നാം കടപ്പെട്ടവരാണ്. അതനുസരിക്കുവാൻ നാം അനുസരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മജീവിതത്തിൻ്റെ വളർച്ചയുടെ ഒരു 50% നമുക്ക് കൈവരിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവവചനം പഠിക്കണം, പഠിപ്പിക്കണം, അതുപോലെ തന്നെ അതനുസരിക്കണം. നമുക്ക് ആ നിലയിലുള്ള കൃപ ദൈവം നൽകട്ടെ. വരുന്ന ദിവസങ്ങളിൽ ദൈവവചനം, കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിലെ പ്രായോഗികമാക്കുവാൻ, അല്ലെങ്കിൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് പരിചിതമായ ഒരു വേദഭാഗം ഇന്ന് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ അവസാന ഭാഗം വായിച്ചതാണെങ്കിലും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്ത വേദഭാഗമായതുകൊണ്ട് അതുതന്നെ വായിക്കാം എന്ന് ചിന്തിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 21 വരെയുള്ള വാക്യം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു വേദഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. മിക്കവാറും എല്ലാ ലേഖനങ്ങളിലും പകുതി ഭാഗം ഉപദേശ വിഷയങ്ങൾക്കും ബാക്കിയുള്ള പകുതി ഭാഗം പ്രായോഗിക ജീവിതത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ലേഖനങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത്. എഫേസ്യ ലേഖനത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ഉപദേശ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. അവസാനത്തെ 3 അധ്യായങ്ങളിൽ 4, 5, 6 അധ്യായങ്ങളിൽ പ്രായോഗിക ജീവിതത്തിന് പ്രാധാന്യം നൽകും. അതായത് നാം ഓരോരുത്തരും അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആലോചനകൾ വളരെ വ്യക്തമായ നിലയിൽ നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ 5-ാം അധ്യായത്തിൻ്റെ 15 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, അതിൽ ദൈവമക്കൾക്ക് അനുസരിക്കുവാനുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ അംഗീകരിച്ച് അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട ചില വിഷയങ്ങളാണ് ഈ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവിടെ ആ നിലയിൽ അനുസരിക്കുവാൻ, എന്തുകൊണ്ട് അനുസരിക്കണം എന്നുള്ളത് അവിടെ ഒരു 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇത് ദുഷ്കാലമാകിയാൽ. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ദുഷ്കാലമാണ്. ദുഷ്കാലം നമ്മളാരും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമല്ല ദുഷ്കാലം എന്ന് പറയുന്നത്. എപ്പോഴും സുഖകരമായ സന്തോഷകരമായ ജീവിതത്തിൽ മുൻപോട്ട് പോകാനായിട്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനാൽ ദൈവവചനം നമ്മെ ഇങ്ങനെ ഓർപ്പിക്കുന്നു. അതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് എഴുതി തന്ന ലേഖനമാണ്, പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ എഴുതിയ ലേഖനമാണ്. അന്ന് പറയുന്നു, അന്ന് ആ കാലഘട്ടത്തിലും അപ്പോസ്തലനെ ഓർപ്പിക്കുകയാണ് ഇത് ദുഷ്കാലമാണ്. എങ്കിൽ ഈ 2000 വർഷം കഴിഞ്ഞ ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ല, ദൈവമക്കൾക്ക് ഇതൊരു ദുഷ്കാലമാണ്. അല്ലെങ്കിൽ
കൃപായുഗത്തിലെ നാം ചിന്തിച്ചാൽ ദൈവമക്കൾക്ക് എല്ലായ്പ്പോഴും ദുഷ്കാലമാണ്, ഒരിക്കലും സുഖകരമായ ഒരു കാലഘട്ടമായിട്ട് നമുക്കതിനെ കാണുകയില്ല. ദൈവം കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ഓരോരുത്തരും ഈ ദൈവവചനത്തെ പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വളരെ സുനിശ്ചിതമാണ്, യാതൊരു സംശയമില്ല. ഞാനിങ്ങനെ ഓർമ്മിക്കട്ടെ, ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടമാണ്. അപ്പം ഈ സമയത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടോ? നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം ദുഷ്കാലമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടോ, ചിന്തയുണ്ടോ? പലപ്പോഴും നമ്മൾ നമ്മുടേതായ ഭൗമിക ജീവിതത്തിൽ സുഖകരമായ ഒരു ജീവിതം നയിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സമയമൊന്നും നമ്മൾ കണ്ടെത്താറില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം സന്തോഷകരമായിട്ട് മുൻപോട്ട് പോകണം. റോമർ 13:11 വാക്യത്തിൽ നാം വായിക്കുന്നു, ഉറക്കത്തിൽ ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ സമയത്തെ അറിയാൻ തന്നെ. അപ്പം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ വലുതാണ്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴി വന്നിരിക്കുന്നു എന്ന സമയത്തെ നിങ്ങൾ അറിയുക, നമുക്കറിയാം, സമയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇവിടെയും നാം വായിക്കുന്നുണ്ട്, ഇതിന്റെ മുമ്പത്തെ ഭാഗത്തിൽ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു എൻ്റെ മേൽ പ്രകാശിക്കും. നമ്മളിപ്പോൾ ഉറങ്ങുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ലോക മനുഷ്യരുടെ അതേ നിലവാരത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ എഫേസോസ് വിശ്വാസികളുടെ ബന്ധത്തിൽ പറയാണ്, നിങ്ങൾ ഉണരണം, നിങ്ങളിപ്പോൾ ഉറക്കത്തിലാണ്, പോരാ, ഇത് നിങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കണം. എന്തിനാ? എങ്കിൽ മാത്രമേ ക്രിസ്തുവിന് നിങ്ങളുടെ മേൽ പ്രകാശിക്കുവാനായിട്ട് കഴിയുള്ളൂ. കർത്താവിൽ നിങ്ങളുടെ മേൽ പ്രകാശിക്കണമെങ്കിൽ, കർത്താവിൽ നിങ്ങളോട് ബന്ധത്തിൽ ഇടപെടണമെങ്കിൽ നിങ്ങൾ ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, ലോകമനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അതാണ് ദൈവവചനം നമ്മെ വളരെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുന്നത്. നാം ഇന്നെവിടെയാണ് നമ്മുടെ സ്ഥിതി എന്ന് നമ്മളൊന്ന് പരിശോധിക്കാം. നാം ഉറങ്ങുന്ന അവസ്ഥയിലാണോ, അതോ നാം ലോകമനുഷ്യരുടെ അതേ നിലവാരത്തിൽ തന്നെ നമ്മൾ ജീവിക്കുകയാണോ? വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് അവരെക്കാൾ, ലോകമനുഷ്യരെക്കാൾ എന്ത് വ്യത്യസ്തതയാണുള്ളത് നാം ജീവിക്കുന്ന ലോകത്തിൽ? നാം നമുക്കൊന്ന് നമ്മെ തന്നെ പരിശോധിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. കർത്താവിന്റെ നാൾ വരുന്നു എന്ന് അറിയുന്നതോട് നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിക്കണം എന്ന 1 Thessalonians 5:1-11 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിന്റെ നാൾ വരുന്നു, അത് അടുത്ത് വരികയാണ്. അപ്പൊ കർത്താവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുവാനായിട്ട് നാം ഓരോരുത്തരും സന്നദ്ധരാകണം. അതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. മാത്രമല്ല, ഫിലിപ്പിലെ 2:14 വായിക്കുന്നു, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായിട്ട് ജീവിക്കണം. നമ്മൾ ജീവിക്കുന്ന തലമുറ എന്ന് പറയുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയാണ്. എവിടെ നോക്കിയാലും വക്രതയും കോട്ടവുമുള്ള തലമുറ. അത് സാമൂഹിക അന്തരീക്ഷത്തിലാണെങ്കിലും, രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും, സാമ്പത്തിക നിലവാരങ്ങളിലൊക്കെ ആണെങ്കിലും എല്ലാവരുടെയും സ്ഥിതി ഒന്ന് തന്നെയാണ്, വക്രതയും കോട്ടവുമുള്ള തലമുറ. നമുക്കറിയാം, നാം നമ്മുടെ രാഷ്ട്രവും ഇന്ന് ഒരു ഇലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഇപ്പോഴത്തേക്കാൾ വ്യത്യസ്തമായ ഒരു ഭരണ സംവിധാനം ഒരുക്കപ്പെടണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഹിതം എന്താണ്? ദൈവം സമ്മതിച്ചുകൊണ്ടാണ് എല്ലാ ഭരണങ്ങളും ഉണ്ടാകുന്നത്. നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുവാൻ അതിന്റെ മധ്യത്തിലും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നാം വായിച്ച ഭാഗത്തേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. അവിടെ 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുകയും. ഒന്ന് പ്രായോഗികമാക്കുവാനായിട്ട് ദൈവവചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു പ്രത്യേക വിഷയം ഇവിടെ ഈ ഭാഗത്ത് വായിക്കുമ്പോൾ പ്രധാനമായിട്ട് 5 വസ്തുതകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സൂക്ഷ്മത്തോടെ, ബി വെരി കെയർഫുൾ, വളരെ സൂക്ഷ്മത ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ദൈവമക്കളുള്ള ബന്ധത്തിൽ വളരെ സൂക്ഷ്മത ആവശ്യമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യത്തിൽ കൂടെയാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷ്മത വളരെ ആവശ്യമാണ്. കെയർഫുൾനെസ്, അല്ലെങ്കിൽ വളരെ പ്രാധാന്യത നൽകി നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നാം തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമുക്ക് തികഞ്ഞതായ ഒരു ആത്മീയ നിലവാരത്തിൽ മുൻപോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം ചുറ്റുപാടുകളെ കുറിച്ച് നാം ബോധവാന്മാരാകണം. നാം ജീവിക്കുന്ന സാഹചര്യം നാം വിലയിരുത്തണം, എന്നിട്ട് വേണം നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, നിങ്ങൾ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുകയും. ജ്ഞാനികളായിട്ട് നടക്കണം. ഒന്നാമത്തെ വിഷയം നടപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ക്രിസ്തീയ ജീവിതത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ നടപ്പ്, നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? ജ്ഞാനികളായിട്ട് നടക്കണം. ജ്ഞാനികളായിട്ടാണ് നാം ഓരോരുത്തരും നടക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ജ്ഞാനികളായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്? അതിനുള്ള എന്താണ് നമ്മുടെ കയ്യിലുള്ളത് ജ്ഞാനികളായിട്ട് ജീവിക്കാൻ? ദൈവവചനം അത് വളരെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുന്ന ഞാനൊരു ഉദാഹരണം പറയട്ടെ. ജ്ഞാനികളായിട്ട് നടന്ന ഒരു വ്യക്തികളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നൊരു വിഷയം, മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെടുന്ന സ്ത്രീകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതിൽ 5 പേര് ജ്ഞാനികളായിരുന്നു നമുക്ക് പറയാം. ചിലര് വിളക്കിനോടൊപ്പം എണ്ണ കരുതിയിരുന്നു, ചിലരോ
വിളക്ക് മാത്രമേ എടുത്തുള്ളൂ. ഇതെങ്ങനെ കത്തിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ നിന്ന് പ്രകാശം ലഭിക്കും എന്നുള്ള ചിന്ത അവരെ ഭരിച്ചിരുന്നില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം, അവർ അജ്ഞാനികളാണ്. ഈ വിഷയത്തെക്കുറിച്ച്, വരുവാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ചൊന്നും വലിയ ചിന്തയൊന്നുമില്ല. എന്നാൽ ചുരുക്കം ചിലര് അതിനെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു. അവരാ കാര്യങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകണമെന്നുള്ളത് അവരെ മുന്നമേ കണക്കുകൂട്ടിയിരുന്നു. അതുകൊണ്ട് അവർ ആ വിളക്കിനോടൊപ്പം എണ്ണയും കരുതിയിരുന്നു. ഈ മുകളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴുക്കിനൊപ്പം നീന്തി പോവുക. നമുക്ക് ചുറ്റുപാടുകളെ കുറിച്ച് നമുക്ക് എത്രമാത്രം ധാരണയുണ്ട്, നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നമുക്ക് എത്രമാത്രം ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കുകയും ആ വിഷയത്തെ ബോധവാന്മാരാകുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പഴയ നിയമത്തിൽ യോസേഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ യോസേഫ് വളരെ ജ്ഞാനിയായിരുന്നു. അതുകൊണ്ട് വരുവാൻ പോകുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ചും താൻ വളരെ ചിന്തയോടുകൂടെ മാത്രമാണ് മുൻപോട്ട് പോയത്. അതുകൊണ്ടൊരു വിജയകരമായ ജീവിതം നയിക്കുവാനായിട്ട് എല്ലാ മേഖലകളിലും താനായിരുന്ന എല്ലാ സ്ഥാനത്തും ഒരു വിജയകരമായ ജീവിതം നയിക്കുവാനായിട്ട് യോസേഫിനിടയായത്. ഞാൻ നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ജ്ഞാനികളായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയുന്നത്? എവിടുന്ന് ജ്ഞാനം കിട്ടും? എവിടുന്നാണ് ജ്ഞാനം കിട്ടുന്നത്? ഒന്നാമത് നമുക്ക് ലഭിക്കുന്ന ജ്ഞാനം ക്രിസ്തുവിൽ നിന്നുള്ള ജ്ഞാനമാണ്. ക്രിസ്തുവിൽ നിന്നുള്ള യഥാർത്ഥ ജ്ഞാനം കൊലോസ്യർ 2:3 നാം ഇങ്ങനെ വായിക്കുന്നു. ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം, കൊലോസ്യർ 2:3, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അപ്പം കർത്താവില് ജ്ഞാനമുണ്ട്. അത് നിക്ഷേപങ്ങളായിട്ടാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. വളരെ വിലയേറിയതാണ്. നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ മൂല്യമുള്ളതിനെയാണ് നമ്മൾ നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന വിഷയങ്ങളുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ കർത്താവിൽ നിന്ന് ആ നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്ന കർത്താവിൽ നിന്ന് നാം ജ്ഞാനം പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ക്രിസ്തുവാണ് ജ്ഞാനം. ക്രിസ്തു വെളിപ്പെടുത്തിയ ജ്ഞാനം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ജ്ഞാനം വെളിപ്പെടുത്തിയിരിക്കുന്നത് കാൽവറി ക്രൂശിലാണ്. ക്രൂശാണ് നമ്മുടെ ജ്ഞാനം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പം പൗലോസ് ഏറ്റവും അധികം ജ്ഞാനമായിട്ട് കണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെയാണ്, അല്ലെങ്കിൽ ആ ക്രൂശ് മരണത്തെയാണ്. മനുഷ്യവർഗത്തിലേക്ക് ആ രക്ഷയാണ് പൗലോസ് ഏറ്റവും വലിയ ജ്ഞാനമായിട്ട് കാണുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പം ദൈവജ്ഞാനത്തിന്റെ വെളിപ്പാടാണ് ക്രൂശ്. അപ്പം നമുക്ക് പ്രശംസിക്കുവാനുള്ള ജ്ഞാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ്. ദൈവമക്കളെ, നമുക്കിന്ന് ആ നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച് കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, കർത്താവിന്റെ ഹിതപ്രകാരം ജീവിക്കുവാനായിട്ട് വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 1 കൊരിന്ത്യർ 1:23 നാം ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അപ്പൊ ഈ ദൈവജ്ഞാനം ലഭിക്കുന്നത് എവിടെയാണ്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലാണ്. ദൈവമക്കളെ, നമുക്ക് ആ കർത്താവിനെ വ്യക്തിപരമായ നിലയിൽ പ്രശംസിക്കുന്നതിൽ നമുക്ക് മുന്നിട്ട് നിൽക്കാം. ഈ കർത്താവിനെ ഉയർത്തി കാണിക്കുന്നതിൽ നമുക്ക് മുന്നിട്ട് നിൽക്കാം. ഈ ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കാം. അതാണ് നമ്മുടെ ജ്ഞാനത്തിന്റെ ലക്ഷണം. ഒരുവൻ ജ്ഞാനിയാണോ എന്ന് നമുക്ക് എങ്ങനെ നിശ്ചയിക്കാം? ഒന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ പറയട്ടെ, ക്രിസ്തുവിനെ വ്യക്തമായ നിലയിൽ പ്രശംസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നുവെങ്കിൽ അവൻ ആരാണ്? ജ്ഞാനിയാണ്. അപ്പൊ ജ്ഞാനം വെളിപ്പെടുത്തുന്ന ക്രൂശ്, ആ ക്രൂശിനെ ഉയർത്തുവാനായിട്ട് വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കുവാനായിട്ട് സമയമില്ല. മത്തായി സുവിശേഷം 7:24 നാം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യരാണ്. അപ്പൊ ഈ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ആ വ്യക്തിയെ കുറിച്ച് പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യൻ. അവൻ ആരാണ്? അവർക്ക് ദൈവത്തിന്റെ വചനം യഥാർത്ഥമായ നിലയിൽ അനുസരിക്കുന്നത്. ദൈവവചനം കേൾക്കുന്നവൻ മാത്രമല്ല, അതനുസരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ. ദൈവമക്കളെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഈ പരിജ്ഞാനത്തിലേക്ക് വളർന്നു വരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അപ്പം ദൈവത്തിന്റെ വചനം, ക്രിസ്തുവിനെ ഉയർത്തുന്നതിൽ, ക്രിസ്തുവിന്റെ വചനം അംഗീകരിക്കുന്നതിൽ നമുക്ക് മുന്നിട്ട് നിൽക്കാം. ആത്മീയമായ പരിജ്ഞാനത്തിലേക്ക് വളരുവാൻ അത് വളരെ അത്യന്താപേക്ഷിതമാണ്. 2, മറ്റൊരു മാർഗം, അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്ന മറ്റൊരു ഘടകം യഹോവ ഭക്തിയാണ്. അത് നമുക്ക് പല ഭാഗങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. സദൃശവാക്യം 1:7 നാം വായിക്കുന്നു, എന്താ? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. അത് 9-ാം അധ്യായത്തിലും ഒക്കെ നമുക്ക് ആ വാക്യം തന്നെ കാണുവാനായിട്ട് കഴിയും. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. അപ്പം ജ്ഞാനിയായിട്ട് ജീവിക്കണമെങ്കിൽ, ആത്മീയ ജ്ഞാനം പ്രാപിക്കണമെങ്കിൽ എന്താവശ്യമാണ്? യഹോവ ഭക്തി. നമുക്കറിയാം യഹോവ ഭക്തി എന്നാൽ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഇതിനെ വിവരിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ദൈവത്തെ ബഹുമാനിക്കുകയും ദൈവത്തെ ഭയപ്പെട്ട് കീഴ്പ്പെടുകയും ചെയ്യുന്നതാണ് യഹോവ ഭക്തി.
നമുക്ക് ആ നിലയിൽ ദൈവത്തോട് പരിജ്ഞാനമുള്ളവരായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് കർത്താവിനോട് ചേർന്ന് നടക്കുവാനായിട്ട് വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. ഈ പരിജ്ഞാനം പ്രാപിക്കുന്ന, അല്ലെങ്കിൽ യഹോവ ഭക്തിയുള്ള മനുഷ്യരെ കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുന്നു. അവരും ദൈവവുമായുള്ള അവരുടെ ബന്ധം എത്രയോ ശ്രേഷ്ഠമേറിയതാണ്, മഹത്വമേറിയതാണ് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്തു. ആരാ നിക്ഷേപം? നമ്മുടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. യഥാർത്ഥത്തില് നാം വായിച്ചു, വാക്യത്തിന്റെ ആരംഭത്തിൽ നാം വായിച്ചു, യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന വിഷയമാണെന്ന് നമ്മുടെ സംസാരം. ആരുടെ സംസാരം? യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അപ്പം നമ്മുടെ വാക്കുകൾ, അല്ലെങ്കിൽ യഹോവ ഭക്തന്മാർ തമ്മിലുള്ള സംസാരങ്ങളൊക്കെ കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുകയാണ്. നമ്മുടെ വാക്കുകളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവഭക്തന്മാർക്ക് യോജ്യമായ വാക്കുകളാണോ, അല്ലെങ്കിൽ ആലോചനകളാണോ നാം പങ്കുവയ്ക്കുന്നത്? നാം പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മാത്രമല്ല, ദൈവവചനം വളരെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുന്നത്, ആ ദിവസത്തിൽ കർത്താവ് ഉണ്ടാക്കുവാനുള്ള ആ ദിവസത്തിൽ അവർ എനിക്കൊരു യഥാർത്ഥ ദൈവഭക്തന്മാരെ കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുന്ന, അവർ ആ ദിവസത്തിൽ എനിക്കൊരു നിക്ഷേപമായിരിക്കും. ദൈവമക്കളെ, നമ്മുടെ ആ അനുഭവങ്ങൾ, നമ്മുടെ അവസ്ഥകൾ എന്തായിരിക്കും എന്നുള്ളത് നാം ചിന്തിക്കാറുണ്ടോ? യഹോവ ഭക്തന്മാരായ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവസന്നിധിയിലെ ദൈവത്തിന്റെ നിക്ഷേപങ്ങളാണ്. മറന്നു പോകരുത്. ഇത് നമ്മെ ജീവിതത്തിൽ എപ്പോഴും സ്വാധീനിക്കുവാനായിട്ട് ഇടയായിത്തരുത്. അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും, അല്ലെങ്കിൽ യഹോവഭക്തന്മാർക്ക് ലഭിക്കുവാൻ പോകുന്ന പദവികളെ കുറിച്ചൊക്കെ സങ്കീർത്തനം 56:8 നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്, കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിലായിട്ട് വായിക്കുവാനായിട്ട് സമയമില്ല. അപ്പം നമ്മൾ ഒരു കാര്യം ഇങ്ങനെ നമ്മൾ ഓർക്കുക, യഹോവഭക്തിയോട് ജീവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവസന്നിധിയിൽ ആരാണ്? ദൈവത്തിന്റെ നിക്ഷേപങ്ങളാണ്. മറന്നു പോകരുത്. മറ്റൊന്ന് നമ്മെ ജ്ഞാനിയാക്കുവാൻ ഇടയായിത്തീരുന്ന ഘടകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ ജ്ഞാനിയാക്കി തീർക്കുവാൻ മതിയായ ഒന്നാണ്. ഞാനൊരു വാക്യം ഇങ്ങനെ വായിക്കട്ടെ. 2 തിമോത്തിയോസ് 3:14 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാനത് വായിക്കുന്നില്ല, പറയാം. നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതലേ പഠിച്ചു വരും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും നമ്മളോടുള്ള ബന്ധത്തിലും ചെറുപ്പം മുതലേ അവരെ ആ വചനത്തിന് മുൻപാകെ നിലനിർത്തുമെങ്കിൽ, വചനത്തിൽ അഭ്യാസം നൽകി അവരെ വളർത്തുമെങ്കിൽ അവരാരായിട്ട് തീരും? അവർ ജ്ഞാനികളായിട്ട് തീരും. ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച് വ്യാകുലപ്പെടുന്ന, ഭാരപ്പെടുന്ന നമുക്ക് അവരുടെ ആത്മീയ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ട്. ബാല്യകാലം കൂടുതൽ സമയം മാതാപിതാക്കന്മാരോട് കൂടിയാണ് കുഞ്ഞുങ്ങൾ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ, അവരെ ആത്മീയ പരിജ്ഞാനത്തിലേക്ക് നയിക്കുവാൻ, അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുന്നതിൽ ഒക്കെ വളരെ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. നാം മറന്നു പോകരുത്. അപ്പം നമ്മുടെ തലമുറയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കുവാനായിട്ട് ഇടയാക്കണം. നമ്മുടെ തലമുറകൾ നശിച്ചു പോകുന്നുവെങ്കിൽ, നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണക്കാർ മാതാപിതാക്കന്മാർ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. ദൈവവചനം ഉപദേശിക്കുന്നതിലുള്ള നമ്മുടെ പരിമിതികളാണ് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തോട് ചേർന്ന് നടക്കുവാൻ, ലോകത്തിന്റെ വഴിയിൽ കൂടെ മുൻപോട്ട് പോകുവാൻ, ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകാതെ മുൻപോട്ട് പോകുവാൻ ഇടയായി തീരുന്നത് മറന്നു പോകരുത്. എന്നാൽ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. അതിനുള്ള ബന്ധത്തിൽ നമ്മെ ജ്ഞാനിയാക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവാത്മാവിൽ നിന്നുള്ള ജ്ഞാനം നമുക്ക് സ്വായത്തമാക്കുവാനായിട്ട് ഇടയായി തീരണം. ഇത് വളരെ വ്യക്തമായ നിലയിൽ നമുക്ക് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ആത്മാവിനെ കുറിച്ച് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ്. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈതലിന്റെയും ജീവിതത്തിലെ ഹൃദയത്തില് ദൈവാത്മാവ് ജീവിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള സത്യം നാം മറന്നു പോകരുത്. ഈ ആത്മാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മെ ജ്ഞാനിയാക്കുവാൻ മതിയായ, വെളിപ്പാടുകൾ നൽകുവാൻ മതിയായ ദൈവത്തിന്റെ ആത്മാവാണ്. മാത്രമല്ല, ഈ ആത്മാവിനെ കുറിച്ച് നാം പറയുമ്പോൾ ഈ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നു. നമ്മുടെ ഈ ശരീരം ദൈവാത്മാവിന്റെ വാസസ്ഥലമാണ്. ലേഖനത്തിൽ നാം 3-ാം അധ്യായത്തിലും 6-ാം വാക്യത്തിലും വായിക്കുന്നു, നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നാം നമുക്കുള്ളവരല്ല എന്ന് നാം അവിടെ വായിക്കുന്നു. ദൈവങ്ങളെ, നമ്മുടെ ശരീരം ആരുടെ വകയാണ്? ദൈവത്തിനുള്ളത്.
ദൈവം വിലയ്ക്ക് വാങ്ങിയവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ വലുതാണ്. നാം മറന്നു പോകരുത്. നമുക്ക് നമ്മൾ കർത്താവിനുള്ള നമ്മുടെ ആ ഉത്തരവാദിത്വം നിർവഹിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് ഇടയായി തീരണം. ആത്മീയമായ പരിജ്ഞാനത്തിൽ വളരുവാനായിട്ട് ഇടയായി തീരണം. നാം ജ്ഞാനികളായിട്ട് നടക്കണം. ജ്ഞാനികളായിട്ട് നടക്കുന്നവരെ കുറിച്ചാണ് നമ്മുടെ വായിച്ചത്. അവർ സൂക്ഷ്മത്തോടെ നടക്കണം. സൂക്ഷ്മതയോടെ നമ്മുടെ സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ ബോധവാന്മാരായിട്ട് മുൻപോട്ട് പോകാനായിട്ട് ഇടയായിക്കട്ടെ. അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. നമുക്ക് അനുസരിക്കുവാനായിട്ട് ഒന്ന്, നാം ജ്ഞാനികളായിട്ട് നടക്കണം. 2, 16-ാം വാക്യത്തിൽ നാം വായിച്ചത് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവരായിട്ട് നമുക്കെല്ലാം ഒരു ദിവസം 24 മണിക്കൂറാണ് നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത്. യഹോവയായ ദൈവം എല്ലാവർക്കും തുല്യ സമയമാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ അത് ഏതെല്ലാം നിലയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്, ഫലകരമായ നിലയിൽ നമുക്കത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ? വ്യത്യസ്ത നിലവാരത്തിലായിരിക്കാം നമ്മുടെ സമയങ്ങൾ നാം വിനിയോഗിക്കുന്നത്. ദൈവമക്കളിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. സമയം തക്കത്തിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ആ നിലയിൽ നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ഇടയായി തീരൂ. സമയത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം ക്ഷണികമാണ്. എത്ര സമയമുണ്ട് നമുക്കിനി? നമ്മളൊക്കെ 50, 50, 60 വയസ്സൊക്കെ ജീവിച്ചു, 70 വയസ്സ് വരെയൊക്കെ ജീവിച്ചു. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ ക്ഷണികന്മാരാണ് മനുഷ്യർ. ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പുഷ്പങ്ങൾക്ക് സമന്മാരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ അടുത്ത നിമിഷം നമുക്കുള്ളതാണ് എന്ന് പറയുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. ഈ ഒരു നിമിഷം മാത്രമാണ് നമുക്ക് സ്വന്തമെന്ന് പറയാനുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന ഈ നിമിഷം, അടുത്ത നിമിഷം നമുക്കുള്ളതാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് കഴിഞ്ഞുപോയ സമയങ്ങൾ നമുക്ക് ഏതായാലും തിരികെ ലഭിക്കുകയില്ല. ഈ ലഭിക്കുന്ന നിമിഷങ്ങൾ ഓരോന്നും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായി തരട്ടെ. അപ്പം നാളെ നമുക്കുള്ളതല്ല. നമ്മളെക്കുറിച്ച് പറയുന്ന വെറും ആവിയാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കും. എന്നാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് ചിലരെ കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. നോഹയ്ക്ക് ദൈവം ചില ആലോചനകൾ നൽകി. അത് അതേപടി നോഹയെ അംഗീകരിച്ചു. അത് പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിട്ട് നോഹ എന്താ ചെയ്തത്? 120 വർഷം ദൈവത്തിൽ നിന്ന് വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് സമൂഹത്തോട് പറഞ്ഞു. 120 വർഷം. ആരെങ്കിലും രക്ഷിക്കപ്പെട്ടോ? അല്ല ആരെങ്കിലും ഗുണപ്പെട്ടോ? ഇല്ല, ആരും അടങ്ങി വന്നില്ല. എല്ലാവരും അത് നിസ്സാരമായിട്ട് തള്ളി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നോഹ പെട്ടകം പണിതു. പണിയെല്ലാം പൂർത്തീകരിച്ചപ്പോൾ കർത്താവ് അവരെ അതിനകത്ത് പ്രവേശിപ്പിച്ചു. വാതില് ദൈവം തന്നെ അടച്ചു. മഴ പെയ്യാൻ തുടങ്ങി. ഇനി ഏതെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷയുമില്ല. 120 വർഷക്കാലം നോഹ അവരോട് ഈ നല്ല സദ്വർത്തമാനം അറിയിച്ചെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ മനസ്സില്ലാത്തവരായി ആ സമയങ്ങളെല്ലാം നിസ്സാരമായി കളഞ്ഞ് സമയത്തെ അവര് വിനിയോഗിച്ചില്ല, പ്രയോജനപ്പെടുത്തിയില്ല. അതുകൊണ്ടുണ്ടായ ഭവിഷ്യത്തുകളെ ന്യായവിധി അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ദൈവമക്കളെ, നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ ആ ഉത്തരവാദിത്വത്തോടുകൂടെ വിനിയോഗിക്കുവാൻ ഇടയായി തീർന്നില്ലെങ്കിൽ നാം ദൈവസേനയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. സമയം വളരെ വ്യക്തമായ നിലയിൽ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തിയ മറ്റൊരു വ്യക്തിയാണ് പുതിയ നിയമത്തിൽ ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ. 2 കള്ളന്മാരെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചുവെങ്കിലും അതിൽ ഒരുവൻ ആ സമയം തക്കതായ നിലയിൽ അത് വിനിയോഗിച്ചു. എന്താ പറഞ്ഞത്? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പറയാണ്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണം. ആ വലിയ കള്ളനായിരുന്നു. അവൻ യഥാർത്ഥത്തിൽ ആ ക്രൂശമരണത്തിന് അർഹനായിരുന്നു. എന്നാൽ അവന്റെ ആ ഒരു വാക്ക്, തക്ക സമയത്തുള്ള ഒരു വാക്ക് അവനെ നിത്യതയിലേക്ക്, നിത്യരക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് ഇടയാക്കുന്നു. കർത്താവ് പറഞ്ഞു, നീ എന്നോടുകൂടെ പർദീസിലേക്ക്. ദൈവമക്കളെ, നമ്മുടെ സമയം ചെലവഴിക്കുന്നതിൽ ബോധവാന്മാരാണ്. നാം യഥാർത്ഥമായ നിലയിൽ സമയം ചെലവഴിക്കുവാനായിട്ട്, ദൈവസേനയിൽ പ്രയോജനകരമായ നിലയിൽ സമയം ചെലവഴിക്കുവാനായിട്ട് ഈ നാളുകളിൽ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. യെരമ്യാ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പ്രവാചകൻ ഒരു വാക്യം ഇങ്ങനെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. യെരമ്യാ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം: ആകാശത്തിലെ പെരിഞ്ഞാറ തന്റെ കാലം അറിയുന്നു, കുറുപ്രാവും ഈവൽപക്ഷിയും കൊക്കും മടങ്ങി വരുവാനുള്ള സമയം അനുസരിക്കുന്നു. എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന പക്ഷികളും മൃഗങ്ങൾക്കൊക്കെ ഒരു ബോധമുണ്ട്. മടങ്ങി വരവിന്റെ കാലം അവർക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം സൃഷ്ടി, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ബോധ്യമില്ല. ഇവിടെ പറയാണ്, എന്റെ ജനമോ, ആ സ്വന്തം ജനമാണ്, എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല.
എത്രയോ പരിതാപകരമായ ദുഃഖകരമായ അനുഭവം. ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു മടങ്ങരവിന്റെ കാലമാണ് നമുക്കുള്ളത്. നമുക്കറിയാം, ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടമാണ്. ദൈവങ്ങൾക്ക് ഇതിനേക്കാൾ സമാധാനപരമായ ഒരു കാലഘട്ടമൊന്നും ഇനി ലഭിക്കുമെന്ന് നമ്മൾ യാതൊരു നിലയിലും പ്രതീക്ഷിക്കുവാനില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരു മടങ്ങി വരവിന്റെ അനുഭവം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തരട്ടെ. ആത്മീയമായ വളർച്ച പ്രാപിക്കുന്ന അനുഭവം, ആത്മീയമായി നാം ഒന്നുകൂടെ ഉണരുന്ന അനുഭവം, ആത്മീയമായ ഒരു മടങ്ങി വരവ്, നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെ കുറിച്ചുള്ള ബോധത്തോടുകൂടെ ഒരു മടങ്ങി വരവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തരട്ടെ. തൻ്റെ സ്വന്തം ജനം ആ മടങ്ങിവരവിന്റെ കാലങ്ങൾ അറിയുന്നില്ല എന്നാണ് പ്രവാചകൻ അവിടെ ഓർപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. നമുക്ക് മടങ്ങിവരവിന്റെ കാലങ്ങളാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ മടങ്ങിവരവിനുള്ള മുഖാന്തരങ്ങളായിട്ട് തീരട്ടെ. ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മീയമായ ഫലം കായ്ക്കുവാനുള്ള സാഹചര്യങ്ങളാക്കി തീർക്കട്ടെ. മറ്റൊരു കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമാക്കുവാനുള്ള മറ്റൊരു വിഷയം, അതിൻ്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുക. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുക. കർത്താവിൻ്റെ ഇഷ്ടം ഗ്രഹിക്കും. നമ്മളെക്കുറിച്ച് കർത്താവിന് എല്ലാവരെ കുറിച്ചും കർത്താവിന് ഓരോ ഇഷ്ടമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. വ്യത്യസ്തമായ ഇഷ്ടങ്ങളായിരിക്കാം. എന്നെക്കുറിച്ചുള്ള ആ ഇഷ്ടമായിരിക്കല്ല എൻ്റെ കൂട്ടസഹോദരനെ കുറിച്ചുള്ള ഇഷ്ടം. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിവിധ നിലകളിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഭൗമിക ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കാം. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ എല്ലാവരും മനസ്സിലാക്കി അതിൻ പ്രകാരം പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിട്ട് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? റോമാലേഖനം 12:2 നാം ഇങ്ങനെ വായിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയിലുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരം. അപ്പൊ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹിതം ഇല്ലെന്ന് മനസ്സിലാക്കുവാനായിട്ട് നാം എന്ത് ചെയ്യണം? ഒരു ദിവസം നമ്മുടെ ജീവിതത്തെ രൂപാന്തര അനുഭവത്തിലേക്ക് നയിക്കും. രൂപാന്തര അനുഭവം ഇന്ന് ജീവിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അനുഭവത്തോടുകൂടെ, ജീവിത നിലവാരങ്ങളോടുകൂടെ ജീവിക്കുവാനായിട്ട് ഇടയാക്കണം. അല്പം പ്രയാസമുള്ള കാര്യമാണ് കേട്ടോ. ജീവിതത്തെ ഒന്ന് പുതുക്കുവാൻ, ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവങ്ങൾ. നമ്മൾ പലപ്പോഴും ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ദൈവമക്കളുടെ പോലും. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ജീവിതം പലപ്പോഴും ലോകത്തിന് അനുരൂപപ്പെട്ട് വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിന് രൂപാന്തര അനുഭവം ഉണ്ടാകട്ടെ. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഓരോ ഉദ്ദേശമുണ്ട്. എഫേസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്തിനുവേണ്ടി? അവന്റെ കൈപ്പണിയായിട്ട് നാം സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവന്റെ കൈകളാണ് നമ്മെ മെനഞ്ഞത്, നമ്മളെ രൂപപ്പെടുത്തിയത് അവനാണ്. നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. നാം എന്തിനു വേണ്ടിയാണ്? നമ്മെ സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിച്ചിരിക്കണം. നമുക്ക് എത്രമാത്രം സൽപ്രവൃത്തികളിൽ വ്യാപൃതരാകുവാനായിട്ട് സാധിക്കുന്നുണ്ട്? നമ്മുടെ ഓരോ ദിവസവും ഒന്ന് പരിശോധിച്ചാൽ മതി. എത്രമാത്രം സൽപ്രവൃത്തികളിൽ ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്യുമായിരിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കൂട്ട സഹോദരന്മാർക്ക് വേണ്ടി എത്രമാത്രം വ്യാകുലപ്പെടുവാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ, ആത്മീയമായ പരിജ്ഞാനത്തിലേക്ക് അവരെ നയിക്കുവാൻ, അവരെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമുക്ക് നിവർത്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. മറ്റൊരു വിഷയം അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നു, 18-ാം വാക്യത്തിൽ, നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരാണ്. പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് അന്വർത്ഥമാക്കേണ്ട മറ്റൊരു കാര്യമാണ് ആത്മാവ് നിറഞ്ഞവരായി എന്ത് ചെയ്യണം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് കീർത്തനം ചെയ്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്യണം. അനന്തരഫല അവസാനം ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം. അത് ആ ആത്മനിറവുള്ളവരായിട്ട് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ തമ്മിൽ സംസാരിക്കണം. നമ്മുടെ കൂട്ട സഹോദരന്മാരോട് ആ നിലയിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന അനുഭവം ഉണ്ടോ? നമ്മുടെ കർത്താവിന് ഹൃദയത്തിൽ കർത്താവിന് പാടുന്ന അനുഭവമുണ്ടോ? സന്തോഷം അനുഭവിക്കുന്ന അനുഭവമുണ്ടോ? ഇവകളെ എന്താ ഈ ആത്മനിറവെന്ന് പറഞ്ഞാൽ, ഇവിടെ പറഞ്ഞ ആത്മനിറവ് ആത്മാവിൽ നിറയണമെന്നാണ് പറയുന്നത്. എന്താണ് ആത്മനിറവ്? നാമെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അതിൽ പരിശുദ്ധാത്മാവിൽ സമ്പൂർണ്ണമായ വിധേയപ്പെട്ട് ജീവിക്കുന്ന അനുഭവമാണ് ആത്മനിറവ് എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം രക്ഷിക്കപ്പെട്ട ആ നിമിഷം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർമാനമായിട്ട് നടക്കേണ്ട ഒരു അവസരമാണ്, ഒരു സംവിധാനമാണ് ആത്മനിറവ് എന്നുള്ളത്. പലപ്പോഴും
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മനിറവും ആത്മസ്നാനം, ആത്മാഭിഷേകം, ആത്മാച്ചാരം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംശയങ്ങളാണ് അല്ലേ? എപ്പോഴാണ് ഈ ആത്മ നിറവുണ്ടാകുന്നത് നമുക്ക് പറഞ്ഞു. ജീവിതം രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ ആത്മനിറവിന്റെ അനുഭവങ്ങളിൽ പുതുക്കപ്പെട്ട ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് സമ്പൂർണ്ണമായി കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. എന്നാൽ ആത്മസ്നാനവും ആത്മാഭിഷേകവും ഒക്കെ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. അഭിഷേകം നമുക്കറിയാം, പഴയ നിയമ കാലങ്ങളിൽ അല്ലെങ്കിൽ പഴയ നിയമ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായ നിലയിൽ പരാമർശിച്ചിട്ടുണ്ട്. അഭിഷേകം ആർക്ക് വേണ്ടി, ആരെയാ അഭിഷേകം ചെയ്തിരുന്നത്? പ്രവാചകന്മാര്, രാജാക്കന്മാര്, പുരോഹിതന്മാർ, ഇവരെല്ലാം അഭിഷേകം ചെയ്തിരുന്നു. ഒരു വലിയ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുക, ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം അവരെ നിയോഗിക്കുകയാണ്. അപ്പോഴാണ് അഭിഷേകം നടക്കുന്നത്. ഈ അഭിഷേകത്തിൽ അവരാ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ അവർക്ക് ദൈവം അല്ലെങ്കിൽ കൃപയിൽ നൽകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഒരുക്കിയിരിക്കുക. ദൈവങ്ങളെ നമ്മൾക്കും അതുപോലെയാണ്. നമ്മൾ അഭിഷേകം പ്രാപിച്ചത് എന്നാ നമ്മൾ ദൈവങ്ങൾ അഭിഷേകം പ്രാപിച്ചത്, ആത്മാഭിഷേകം പ്രാപിച്ചത് എന്നാ? രക്ഷിക്കപ്പെട്ട ആ നിമിഷത്തിൽ ആത്മാഭിഷേകം ഉണ്ടായി. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മളെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അന്യഭാഷ പറഞ്ഞ് ആത്മാഭിഷേകം പ്രാപിക്കണമെന്ന് പഠിപ്പിക്കുന്ന സമൂഹമുണ്ട്. എന്നാൽ ദൈവമക്കളെ അഭിഷേകം പ്രാപിക്കുക എന്നുള്ളത് ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ലഭിക്കുന്ന ഒരു അവസരമാണ്, ഒരു സന്ദർഭമാണ്. അതുപോലെ തന്നെ ആത്മസ്നാനവും ആ നിമിഷത്തിൽ ലഭിക്കുന്ന ഒരു അനുഭവമാണ്. എന്താണ് ആത്മസ്നാനം? ഞാൻ ദൈവസഭയുടെ അംഗമാണ് എന്നുള്ള ഉറപ്പ് ലഭിക്കുന്നു. അതാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മസ്നാനവും ആത്മാഭിഷേകവും ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ലഭിക്കും. അച്ചാരവും അതുപോലെ തന്നെ. എന്താ? ആത്മാച്ചാരം ലഭിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ ക്രിസ്തുവിന്റെ വകയാണ്, ഇത് എൻ്റെ ഉടമസ്ഥത ആർക്കുള്ളതാണ്? ക്രിസ്തുവിനുള്ളതാണെന്ന് പ്രഖ്യാപിക്കാം. അപ്പൊ ഈ 3 കാര്യങ്ങളും രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ നമ്മുടെ വായിച്ച ആത്മനിറവ് എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ജീവിതത്തിൽ ഉടനീളം നാം സ്വായത്തമാക്കേണ്ട, ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ടതായ അതിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ആ നിലയിൽ നിർവഹിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. കീപ് ഓൺ ബീയിങ് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിറയപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കഴിവുകൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല. നാം പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ ദൈവം നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ നാം ഒരുക്കി കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ആത്മനിറവ് പ്രാപിക്കുന്നത്. ദൈവമാണ് നമ്മെ ആ നിലയിൽ ബലപ്പെടുത്തുന്നത്. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിച്ചുകൊണ്ടിരിക്കും. ദൈവമക്കളെ, ഞാൻ ചില വ്യക്തികളെ കുറിച്ച്, ആത്മനിറവ് പ്രാപിച്ച ചില വ്യക്തികളെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്ന ഒന്ന് പരാമർശിച്ചുകൊള്ളട്ടെ. പുതിയ നിയമത്തിൽ നമുക്കറിയാം 15 പ്രാവശ്യം ആത്മനിറവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിൽ 4 പ്രാവശ്യം സുവിശേഷത്തില്, 10 പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തിയില്, 1 പ്രാവശ്യം നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു യെരൂശലേമിൽ. ഇപ്പൊ നമ്മൾ വായിച്ചു, നിങ്ങളെ ആത്മാവ് നിറഞ്ഞവരായി. ഈ ഭാഗങ്ങളില് വളരെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുന്ന 2-3 വ്യക്തികളെ കുറിച്ച് ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്ന്, യോഹന്നാൻ സ്നാപകൻ ആത്മനിറവ് പ്രാപിച്ചു. എപ്പോഴാണ് യോഹന്നാൻ സ്നാപകൻ ആത്മനിറവ് പ്രാപിച്ചത്? അവൻ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ആത്മനിറവ് പ്രാപിച്ചു. അവന് വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാണ്. കർത്താവിനെ കുറിച്ച് പറയുവാൻ, അല്ലെങ്കിൽ അവന് പാതയൊരുക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവനാണ് യോഹന്നാൻ സ്നാപകൻ. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ അവൻ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ, അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ആത്മനിറവ് പ്രാപിച്ചവനാണ് യോഹന്നാൻ. രണ്ടാമത് മറ്റൊരു വ്യക്തിയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവ് തന്നെയാണ്. കർത്താവിന് ആത്മനിറവ് ആവശ്യമായിരുന്നു. അതെന്തിനായിരുന്നു? താൻ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ ആത്മനിറവ് പ്രാപിച്ചവനായിട്ടാണ് കാണുന്നത്. ദൈവമേ, നമ്മുടെ കർത്താവിന് ആത്മനിറവ് ആവശ്യമായിരുന്നെങ്കിൽ നമുക്കതിന് തയ്യാറാകുന്നുണ്ടോ? ആത്മനിറവ് പ്രാപിക്കുവാൻ, ദൈവജനത്തിന് മുമ്പാകെ നമ്മെ തന്നെ പരിശോധിക്കുവാൻ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ഇടയാക്കിയിരുന്നുണ്ടോ? നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. മൂന്നാമതൊരു വ്യക്തിയെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന ഒന്നുകാരുമല്ല, സ്തെഫാനോസ് ആത്മനിറവ് പ്രാപിച്ചു. 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് സ്തെഫാനോസിന് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലം എന്തായിരുന്നു? സ്തെഫാനോസ് രക്തസാക്ഷിയായി തീർന്നു, നമുക്കറിയാം. മാത്രമല്ല, അവന്റെ കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർത്തുവാനായിട്ട് ഇടയായിരുന്നു. അവൻ വലിയൊരു കാഴ്ച കണ്ടു. എന്താ? സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവോത്തരം നിൽക്കുന്നതും അവൻ കാണുന്നു. ദൈവമക്കളെ, ആത്മനിറവിന്റെ അനുഭവം, ഈ വലിയ കാഴ്ചപ്പാട് സ്തെഫാനോസിന് ലഭിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമുക്ക് ആ വലിയ കാഴ്ചപ്പാട് ലഭിക്കാറുണ്ടോ? ഈ കർത്താവിനെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കാറുണ്ടോ? സ്തെഫാനോസ് അത് കണ്ടു. താൻ രക്തസാക്ഷിയായി തീർന്നു. തന്നെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു.
ആ രക്ഷയുടെ ആ അനുഭവം, ആത്മകർമ്മന്റെ അനുഭവം ഉണ്ടായ മുഖാന്തരം അവന്റെ ജീവിതത്തിൽ തനിക്ക് കൈവരിക്കുവാൻ ലഭിച്ച അല്ലെങ്കിൽ കൈവരിക്കുവാൻ ഇടയായി തീർന്ന ആ വലിയ നേട്ടം കർത്താവിനെ വ്യക്തിപരമായി കാണുവാൻ ഇടയായി തീർന്നു. നമ്മെ തന്നെ ദൈവങ്ങളിൽ ഏൽപ്പിക്കാം. ആത്മാവ് നിറഞ്ഞവരായിട്ട് നമുക്ക് ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവസാനത്തെ ഒരു വാക്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അവസാനത്തെ ഭാഗം ഇങ്ങനെ നാം വായിക്കുന്നു: ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്ന അനുഭവം ഇത് ആത്മകർമ്മത്തിന് അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ജീവിതത്തിലെ ആത്മീയമായി വളരുവാൻ കാരണമായി തീരുന്ന ഒരു ഘടകമാണ്. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. എല്ലാവരും അന്യോന്യം ക്രിസ്തുവിന്റെ ഭയത്തിൽ കീഴ്പ്പെട്ടിരിക്കണം. ദൈവമക്കളെ, നമുക്ക് ആ ചിന്ത നമ്മെ ഒന്ന് ധരിക്കുവാനായിട്ട് ഇടയായി തരട്ടെ. നമ്മളെല്ലാവരും ദൈവസേനയിൽ തുല്യരാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ഉത്തരവാദിത്തങ്ങളെല്ലാം നമുക്ക് വിവിധ നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് അന്യോന്യം കീഴ്പ്പെട്ടിരുന്നുകൊണ്ട്, അന്യോന്യം കർത്താവിന്റെ ശക്തിയിൽ ബലപ്പെട്ടുകൊണ്ട്, കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് വരുന്ന ദിവസമുള്ള ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടുക. ആ വാക്യം പറഞ്ഞിട്ടാണ് താഴെ പല മേഖലകളിലുള്ളവരോട് കീഴ്പ്പെട്ടിരിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മക്കളെ, നിങ്ങളെ അമ്മയപ്പന്മാരെ കർത്താവില് അനുസരിപ്പിൻ. അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിലെ ദീർഘായുസ്സോടെ ഇരിക്കാനും അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാക്തത്വത്തോടുകൂടിയ കൽപ്പന, ആദ്യ കൽപ്പനയാണ്. വാക്തത്വത്തോടുകൂടിയ ആദ്യ കൽപ്പനയാണ്. ഒരു ഉറപ്പാണ്. അതെന്ത്? അപ്പനെയും അമ്മയെ അനുസരിച്ചാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും എന്നുള്ളത് വാക്തത്വമാണ്. ദൈവമക്കളെ, നമുക്ക് ആ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മാതാപിതാക്കന്മാരുള്ള ബന്ധത്തിൽ നിർവഹിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ വായിച്ച ഭാഗം അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. കീഴ്പ്പെടുന്ന മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്, അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തില് അന്ത്യത്താഴം ആ സമയത്ത് പോലും ശിഷ്യന്മാരുടെ ചിന്ത എന്തായിരുന്നു? നിങ്ങളിൽ ആരാ വലിയവൻ? ഇല്ലേ, 12 ശിഷ്യന്മാരുണ്ട്, ഇതിനാരാ വലിയവൻ എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത. കർത്താവ് അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കും. എന്താ ആ മാതൃക നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയും. കാൽ കഴിയുന്ന അനുഭവം. വലിയവരെന്ന് അഭിമാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ദാസന്മാരായിരിക്കും. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ദൈവഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ഈ നാടുകളിൽ നമുക്ക് അന്യോന്യം കീഴ്പ്പെട്ട മനോഭാവത്തോടുകൂടെ ആത്മീയമായ പരിജ്ഞാനത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ഇത് അന്ത്യ കാലഘട്ടമാണ്. സമയമധികം നമുക്ക് മുമ്പിലില്ല. വളരെ പ്രതിസന്ധി എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ, ദൈവവചനം അനുശാസിക്കുന്ന നിലയിൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതം നയിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു മനസ്സോടെ ഒരുങ്ങി നിൽക്കാനാം മണവാളനേശുവിൻ വരവിനായി. ഒരു മനസ്സോടെ ഒരുങ്ങി നിൽക്കാനാം മണവാളനേശുവിൻ വരവിനായി. വരുന്ന വിനാഴികയായിരുന്നില്ലാകെ ഒരുങ്ങിയുണർന്നിരിക്കാം. വരുന്ന വിനാഴികയായിരുന്നില്ലാകെ ഒരുങ്ങിയുണർന്നിരിക്കാം. ദീപം തെളിച്ചു കാത്തിരിപ്പിൻ ജീവനാഥന് എതിരേൽപ്പാൻ. ദീപം തെളിച്ചു കാത്തിരിപ്പിൻ ജീവനാഥന് എതിരേൽപ്പാൻ. മന്നവൻ ക്രിസ്തുവ അടിസ്ഥാനത്തിന്മേൽ പണിയണം പൊൻവെള്ളിക്കല്ലുകളാ. മന്നവൻ ക്രിസ്തുവ അടിസ്ഥാനത്തിന്മേൽ പണിയണം പൊൻവെള്ളിക്കല്ലുകളാ. മരം പുല്ലുവയ്ക്കോ ഇവകള ചെയ്ത വേലകൾ വെന്തിടുമേ. അയ്യോ, മരം പുല്ലുവയ്ക്കോ ഇവകളാൽ ചെയ്ത വേലകൾ വെന്തിടുമേ. ദീപം തെളിച്ചു കാത്തിരിപ്പിൻ ജീവനാഥനെ